കവര് അതൊരു വേറെ ഫീൽ ആണ്. അപ്പൊ നമുക്ക് കുമ്പളങ്ങിയിലെ കുമ്പളങ്ങിയിലെ കവര് കാണാൻ വിട്ടാലോ? നാളെയാണ് ഹലോ ഗൈസ്, കുമ്പളങ്ങിയിൽ കവർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കവർ കാണാൻ പോയാലോ? എടാ ഇതിപ്പോ 2 മിനിറ്റ് ആയി, കുറച്ച് നേരം കൊണ്ട് എടുക്കുക. ഹായ് ഗൈസ്, കുമ്പളങ്ങിയിൽ കവര് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കവർ കാണാൻ പോയാലോ? അപ്പൊ ഇപ്പൊ ടൈം 12:15 അപ്പൊ നമുക്ക് പോവാം. അങ്ങനെ എല്ലാം സെറ്റായി, ഹെൽമെറ്റും ഒക്കെ വെച്ച് നമ്മളിതാ പോകുന്നു. ഹലോ ഗായ്സ്, നമ്മള് കുമ്പളങ്ങിയിലേക്ക് പോകണേ. അത് കവര് കാണാൻ പറ്റില്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ്. കാരണം കവർ കാണില്ലെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ കാണും. അത് ഫസ്റ്റ് ടൈം അല്ലേ? സെക്കൻഡ് ടൈം ആണ്. പക്ഷെ ഇനി കാണാൻ പറ്റുമോ? നല്ല അടിപൊളി കിടിലം വണ്ടിയൊക്കെ കണ്ട് അവിടുത്തെ പിന്നെ നമ്മൾ പെട്രോളൊക്കെ അടിക്കാൻ പോയി. പെട്രോളൊക്കെ അടിച്ച് പിന്നെ നമ്മുടെ ഫഹസാൻ്റെ കുറച്ച് പട്ടി ഷോയും ഒക്കെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും വണ്ടി എടുത്ത് നമ്മളിതാ പോകുന്നു കവര് കാണാൻ. കവര് കാണുന്നതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. എല്ലാവരും കവര് കാണാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് അവിടുന്ന് 2-3 പേര് പറഞ്ഞത് വെറുതെയാ, അവിടെ ഒന്നും ഇല്ലാന്ന്. നമ്മൾ നിരാശയായി. 12 മണി വരെ കാത്തു നിന്നിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. വെയിറ്റ് ചെയ്ത് ആഗ്രഹിച്ചു. വഴിയുള്ളൂ, ഉജാലെടുക്കുക, കലക്ക, ഫ്ലാഷ് എടുക്കുക, സെറ്റ്. അവിടെ ഒന്നും ഇല്ലാന്ന് ആൾക്കാർ പറഞ്ഞിട്ട് നമ്മളിപ്പോ എന്തായാലും അവിടെ വരെ നടക്കാൻ തീരുമാനിച്ചു. കുറെ പേര് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വരെ വന്നല്ലേ. കല്ലെടുത്തിട്ട് നോക്കിയ പൂച്ചത്തീട്ട ഗൈസ്, പൂച്ചത്തീട്ട എടുത്തിട്ട് കല്ലെറിയാൻ വേണ്ടിട്ട് എടുത്തത്. കല്ലാന്ന് പറഞ്ഞ ഉണങ്ങിയ പൂച്ചത്തീട്ട എടുത്ത് ഗൈസ്. പൂച്ചയുടെ പട്ടിയുടെ നമുക്ക് അറിയില്ല. ഇപ്പൊ വേണോ അതല്ല ഒരു കാര്യം പറയട്ടെ, പറയല്ലേ എടാ മതിക്ക് കല്ലാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുത്തൻ പൂച്ചത്തിട്ട് ഉണങ്ങിയ പൂച്ചത്തിട്ട് കയ്യിലെടുത്ത് കാണുന്നില്ല എന്നല്ല, കാണും. ഇല്ലേലും നമ്മള് കണ്ടിരിക്കും. வாழ்க்கை அன்பினில் ഹായ് ഗായ്സ്, നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ കവറില്ല. നമുക്ക് കവറുള്ള വേറെ സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് അപ്പോൾ പോവാം. ലെറ്റ്സ് ഗോ. കാണൂല, കിട്ടൂല. നിനക്കെന്താ പറ്റിയ യാസി? കവര് കാണാത്തിന്റെ വിഷമാണോ? സോംബികളെ നല്ല രീതിയിൽ അനുകരിക്കുന്ന നമ്മുടെ യാസി. നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് എവിടെയോ നല്ല കവര് കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടേക്കും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് പോയിട്ട് വരാം. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ബോച്ചയുടെ സ്വന്തം ഭോജനം. ബോച്ചയുടെ റെസ്റ്റോറൻ്റ് ആണത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബുള്ള സ്ഥലം. പിന്നെ പോകുന്ന വഴിക്ക് ഒരു കല്യാണ വീടൊക്കെ കണ്ടു. അവിടെ ഫുൾ അടിച്ചുപൊളി പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടെയും നിരാശയായി ഗൈസ്. ഇവിടെയും കുറച്ചേ കാണാൻ പറ്റുന്നുള്ളൂ.
നമ്മൾ കമ്പുകളൊക്കെ ഇട്ട് ഓലയൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുമോ എന്നുള്ളത്. പിന്നെ ഓലയിട്ട് കുറേ നേരം ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിയൊക്കെ നോക്കി. അപ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായി. പക്ഷേ ഇങ്ങനൊന്നും അല്ല കവരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ആ ഒരു ഫീലൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ പോയത്. അത് വെറുതെ ആയി. പിന്നെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ ബീച്ചിലേക്ക് പോയി, ചെല്ലാനം ബീച്ച്. അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. തിരിച്ച് നമ്മൾ വരുന്ന വഴിക്ക് ചായയൊക്കെ കുടിക്കാനായിട്ട് കയറി. പിള്ളേർക്ക് നോമ്പുണ്ടായിരുന്നു. അപ്പം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് നോക്കി. ചായയും ജസ്റ്റ് ഒരു സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ സുപ്രഭാതം പാട്ട് കേട്ട് നമ്മൾ ഇതാ പോകുന്നു. അങ്ങനെ ലാസ്റ്റ് കവരൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ നമ്മളെല്ലാവരും തിരിച്ചു വന്നു. അതിനെ റൂമിൽ കൊണ്ടുവന്ന് ഇവർ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഇവരെല്ലാവരും പോകുന്നു. അങ്ങനെ ഒരു കവരിൻ്റെ വ്ളോഗ് അവസാനിച്ചു ഗൈസ്.